എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 32 വാക്യങ്ങൾ ഉള്ള ഒരു അധ്യായമാണ്. ഇതിൽ പ്രധാനമായിട്ട് 3 ഉപമകളാണ് നാം കാണുന്നത്. ഒന്ന്, 100 ആടുകളുള്ള ഒരു വ്യക്തിയുടെ ഒരാട് നഷ്ടപ്പെടുന്ന സംഭവത്തെപ്പറ്റി നാം വായിക്കുന്നു. അപ്പോൾ 99 ആടിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞു പോകുന്ന ആ ഉടമയുടെ ഒരു കഥയാണ് നാം ആദ്യം കാണുന്നത്. രണ്ടാമത്, 10 ദ്രഹ്മയുള്ള ഒരു സ്ത്രീയുടെ ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ അത് കണ്ടു കിട്ടും വരെ വീട് അടിച്ചു വാരുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നു. മൂന്നാമതായിട്ട് 2 ആൺമക്കളുള്ള ഒരപ്പൻ്റെ കഥയാണ് നാം കാണുന്നത്. അതായത് മുടിയനായ പുത്രൻ്റെ കഥ എന്ന് നാം ചുരുക്കത്തിൽ പറയുന്ന ആ സംഭവം. ഈ 3 സംഭവങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മെ അന്വേഷിക്കുന്നവനായ ദൈവം എന്നുള്ള ഒരു തലക്കെട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മെ അന്വേഷിക്കുന്നവനായ ദൈവം എന്നുള്ള ഒരു തലക്കെട്ട്. പ്രിയരെ, ഈ 15-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നഷ്ടപ്പെട്ട നാണയം കണ്ടെത്തുന്നതിന് വീട് മുഴുവൻ അടിച്ചു വാരുന്ന ഒരു സ്ത്രീയെ ആണ് നാം ഇവിടെ കാണുന്നത്. അവൾ വിളക്ക് കത്തിച്ച് വീടിൻ്റെ കോണും മൂലയും അടിച്ചു വാരിയതിനാൽ നഷ്ടപ്പെട്ട നാണയം അവൾക്ക് കണ്ടുകിട്ടുന്നു. അയൽപ്പക്കത്തുള്ള സ്ത്രീകളോടും അവളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വക സംഭവങ്ങൾ ആരും അത്ര കാര്യമാക്കുക തന്നെയില്ല. കാരണം പഴയ കാലങ്ങളിലെ പോലെയുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ ഇന്ന് വളരെയധികം വിരളമത്രേ. ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ ഈ ഉപമ യേശു പറഞ്ഞത് പരീശന്മാരോടും ശാസ്ത്രിമാരോടും ആയിരുന്നു എന്നത് അസന്നിഗ്ധമത്രേ. യേശുവിനെ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി നാം അവർ മുദ്രകുത്തിയിരുന്നു. യേശു തിരസ്കൃതരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ആരുമല്ലാതെ പുറം പരമ്പുകളിൽ തള്ളപ്പെട്ടവരുടെയും ഭാഗമായിരുന്നു എന്ന് കാണാവുന്നതാണ്. യേശു ഒരു മനുഷ്യനെയും അവഗണിച്ചിരുന്നില്ല. ധനവാനും ദരിദ്രനും യേശുവിൻ്റെ സ്നേഹവലയത്തിനുള്ളിലായിരുന്നു എന്ന് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, യേശുവിന് ചുങ്കക്കാരോടുള്ള സമീപനം എന്തായിരുന്നു? യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് ശാസ്ത്രിമാരും പരീശന്മാരും സദാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. യഹൂദജാതിയിൽപ്പെട്ടവർ തന്നെ ആയിരുന്നു ചുങ്കക്കാരെല്ലാവരും. എന്നാൽ അവർ പണമുണ്ടാക്കുന്നതിനായി റോമ ഗവൺമെൻറ് ഏജന്റുമാരെ പ്രവർത്തിക്കുന്നവരാണ് എന്നാരോപിച്ച് യഹൂദ മതത്തിൽ നിന്ന് തന്നെ തള്ളപ്പെടുത്തിയിരുന്ന ഒരു കൂട്ടരായിരുന്നു. യഹൂദ മതവിശ്വാസത്തിൽ അന്യവൽക്കരിക്കപ്പെട്ടവരാകിയാൽ അവരും പാപികൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നു. യഹൂദ മതത്തിൽ നിന്ന് വെളിയിലുള്ള വിജാതീയരെ അവർ നരകത്തിന് ഉപയുക്തമായ വിറകുകളായി ചിത്രീകരിച്ചിരുന്നു. യേശു തിരസ്കൃതരായവരുടെ പോലും ആതിഥ്യം സ്വീകരിച്ചിരുന്നു. അത് മതഭക്തരെ വളരെയധികം ചൊടിപ്പിച്ചു. അവരിലൊന്നും പ്രകടമായ വ്യത്യാസം കണ്ടിരുന്നില്ലെങ്കിലും യേശു അവരിൽ നിന്ന് അകന്നിരുന്നില്ല എന്ന് നമുക്ക് കാണാം. യേശുവിനെയും യേശുവിൻ്റെ മനോഭാവത്തെയും മുഴുവനായി വായിച്ചറിയുവാൻ മതനായകന്മാർക്ക് കഴിഞ്ഞതുമില്ല. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നവർക്ക് വിശ്വസിക്കുക അസാധ്യവുമായിരുന്നു. മറ്റുള്ളവരെയും ദൈവസൃഷ്ടിയായും മനുഷ്യരായും അംഗീകരിക്കുവാൻ കഴിയാത്ത അവരുടെ മനോഭാവത്തെ യേശു പ്രസ്തുത ഉപമകളിലൂടെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടവരായി ആരും ഉണ്ടായിരുന്നുകൂടാ. നാണയം തിരികെ ലഭിക്കുന്നതിനായി തീവ്രമായ പ്രയത്നത്തിൽ കൂടെയാണ് അവൾ കണ്ടെത്തിയത്.
ദൈവവും മനുഷ്യരെ അന്വേഷിച്ചാണ് കണ്ടെത്തുന്നത്. അത് ദൈവത്തിൻ്റെ ആത്യന്തിക സ്നേഹത്തിൻ്റെ നിദർശനവുമാണ്. ദൈവം ആരെയും എഴുതി തള്ളുന്ന ദൈവമല്ല എന്ന് നാം മനസ്സിലാക്കണം. കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയുടെ സന്ദേശം ദൈവവും ദൈവത്തിൻ്റെ സ്വഭാവവും എന്താണെന്നത്രേ. അതുപോലെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് ചിന്തിക്കുവാൻ ആർക്കും അവകാശമില്ല. ദൈവം മുമ്പാകെ എല്ലാവരും സമന്മാർ. ദൈവം എല്ലാവരുടെയും പിതാവും നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളും. എല്ലാവരെയും ഒരുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. പ്രിയരെ, നഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ദൈവത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കപ്പെടുന്നതാണ് ദൈവത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുത. മുടിയൻ പുത്രൻ്റെ കഥയിൽ നമ്മെ പഠിപ്പിക്കുന്നതോ പിതാവിൽ നന്ദിപ്പെട്ട മകൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പിതാവ് തിരിച്ചുവരവിൽ കാണിക്കുന്ന പിതൃവാത്സല്യവും ധാരാളിത്വവും എത്ര ആകർഷകമായ വിധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. മകനെ ആലിംഗനം ചെയ്യുന്ന പിതാവ് പറയുന്നു, മകനെ, നീ മരിച്ചവനായിരുന്നു, നിന്നെ വീണ്ടും എനിക്ക് ലഭ്യമായിരിക്കുന്നു. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഈ ഉപമയുടെ അവസാനം നാം വായിക്കുന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ല മനുഷ്യപുത്രൻ വന്നത് എന്ന് മാനസാന്തരപ്പെടുന്നത് പാപി ദൈവസേന എത്ര വിലപ്പെട്ടവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ മനോഭാവം തന്നെ അനുഗമിക്കുന്നവരും അനുവർത്തിക്കണമെന്ന് യേശുവും താല്പര്യപ്പെടുന്നു. യേശു സ്നേഹിക്കുന്നവരെ നാമും സ്നേഹിക്കണമെന്ന് അത്രേ ദൈവഹിതം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നത്രേ. സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ചിലർക്ക് പ്രവർത്തന മേഖലയിൽ സന്തോഷം കണ്ടെത്താതെ പ്രയോജനരഹിതമായി പ്രവർത്തിക്കുന്ന അനുഭവങ്ങളും വിരളമായി ഉണ്ടെന്ന സത്യവും വിസ്മരിക്കാവുന്നതല്ല. അവരും സഭയ്ക്കുള്ളിലാണെങ്കിലും നഷ്ടപ്പെട്ടവർ എന്ന് കാണേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ദ റോഡ് ഫ്രം ഹെവൻ ടു ഹെൽ ഈസ് എ ക്വിക്ക് വേ. എന്നാൽ ഒരുവൻ സഭാജീവിതത്തിൽ മുൻപന്തിയിൽ നിന്ന് പ്രധാന ചില ചുമതല സ്ഥാനങ്ങൾ വഹിച്ചു വന്നു. എന്നാൽ പണം ഇടപാടുകളിലെ തൻ്റെ അവിശ്വസ്തത തന്നെ അനഭിമതനാക്കി. ക്രമേണ അയാൾ സഭാജീവിതത്തോട് തന്നെ വെറുപ്പും വിദ്വേഷമുള്ളവനായി തീർന്നു. നഷ്ടപ്പെടുന്ന അവസ്ഥ പല വിധത്തിൽ ആകാവുന്നതാണ്. സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്ന പ്രശസ്ത കവിത എഴുതിയ ഫ്രാൻസിസ് തോംസൺ ചെറുപ്പത്തിൽ സൺഡേ സ്കൂൾ അഭ്യസനം, വേദശാസ്ത്ര പഠനം എന്നിവ നേടിയവനായിരുന്നു. എന്നാൽ അയാൾ ക്രമേണ മയക്കുമരുന്നിന് അടിമയായി തീർന്നു. ഇംഗ്ലണ്ടിൻ്റെ തെരുക്കോണുകളിൽ കീറിപ്പറഞ്ഞ വസ്ത്രമണിഞ്ഞ് ഷൂ പോളിഷ് ചെയ്ത് മറ്റു ഉപജീവനം കഴിച്ചു. എന്നാൽ കവിതാവാസന കൈമുതലായിരുന്ന ആൾ ലഭിക്കുന്ന കീറക്കടലാസുകളിലും മറ്റും അവ രചിച്ച് ചില മാസികൾക്കും മറ്റും അയച്ചു കൊടുത്തു. എന്നാൽ കഥ പറയുന്നതോ ഒരു രാത്രി തെരുക്കോണിൽ നിന്ന് ഒരു പത്രപ്രവർത്തകൻ തന്നെ കണ്ടെത്തിയെന്നും അങ്ങനെ താൻ ക്രമേണ രൂപാന്തരപ്പെട്ടവനായെന്നും പറയുന്നു. ഇന്നും ഇതുപോലെയുള്ള സംഭവങ്ങൾ നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലെ തെരുവോരങ്ങളിലും സംഭവിക്കുന്നു. ചില സുവിശേഷ പ്രവർത്തകരുടെ നിരന്തര പരിശ്രമ ഫലമായി കണ്ടുമുട്ടപ്പെടുന്ന പല യുവജനങ്ങളുടെ കഥകൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുമുണ്ടല്ലോ. പ്രശസ്തരായി തീർന്ന പല സുവിശേഷ പ്രവർത്തകരും അധമമായ ചേറ്റിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവരാണെന്ന് അവർ സാക്ഷിക്കുന്നതും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. ദൈവസ്നേഹം ആത്യന്തികമായി നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അബദ്ധസഞ്ചാരം ചെയ്യുന്നവരുടെ മടങ്ങി വരവിനു വേണ്ടി കാത്തിരിക്കുന്നവനായ ഒരു ദൈവം അത്രേ നമ്മുടെ ദൈവം. സമൂഹത്തിൽ നിന്നും തള്ളപ്പെട്ടവരെയും കരുതുന്നവനായ ഒരു ദൈവം. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.